മഞ്ഞു പെയ്യുന്ന കാശ്മീരിലെ ഗ്രാമങ്ങളിലൂടെ, വെയിലിൻ്റെ തീഷ്ണതയറിഞ്ഞ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ, ഇപ്പോഴിതാ വിയറ്റ്നാമിൻ്റെ മണ്ണിലൂടെ. മനസ്സിൽ എന്നോ കയറിക്കൂടിയ വിയറ്റ്നാം എന്ന കുഞ്ഞൻ രാജ്യത്തിലെ ഹലോങ് ബേ ഉൾക്കടൽ. അവിടെ 1901 ഫ്രഞ്ചുകാർ കണ്ടെത്തിയ ലോകപ്രശസ്തമായ സങ്സോട്ട് കേവ് കാണാനാണ് ഇന്ന് പത്തേമാരിയുടെ യാത്ര. ഏകദേശം 12,000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു വമ്പൻ ഗുഹയാണ് സങ്സോട്ട് കേവ്. ഹലോങ് ബേയിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ആ കാണുന്ന വലിയ ചുണ്ണാമ്പുമലയുടെ ഉള്ളിലാണ് സങ്സോട്ട് കേവ്. ചില സഞ്ചാരികൾ സ്പീഡ് ബോട്ടിലും ഈ കേവ് കാണാനായി ഇങ്ങോട്ടെത്തുന്നുണ്ട്. ഞാൻ യാത്ര പുറപ്പെട്ട ഹലോങ് സിറ്റിയിലെ തുവാൻ ചൗ ഇന്റർനാഷണൽ മറീനയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരെയാണ് സങ്സോട്ട് കേവ്. എനിക്കു മുമ്പേ വന്ന ആളുകൾ ആ മലമുകളിലേക്ക് കയറിപ്പോകുന്നത് കാണാം. ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും അവർക്ക് പുറകിലായി മുകളിലേക്ക് നടക്കാൻ ആരംഭിച്ചു. നിരവധി സഞ്ചാരികളുണ്ട് ആ മലമുകളിലേക്കുള്ള യാത്രയിൽ. ഹലോങ് ബേയിലെ യാത്രയുടെ അവസാനം ഇത്തരം ഒരു ഗുഹയിലേക്കായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താഴെ ഉൾക്കടലിൽ സഞ്ചാരികളെയും കൊണ്ടുവന്ന ബോട്ട് നങ്കുരമിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി വേണം ഗുഹയിലേക്ക് പോകുവാൻ. വളരെ വിശാലമായ സ്ഥലമാണ് ഗുഹയ്ക്കുള്ളിലുള്ളത്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പം തോന്നുന്ന ഉൾഭാഗം, 100 കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചുണ്ണാമ്പുമലയുടെ ഉള്ളിൽ പ്രകൃതിയൊരുക്കിയ വിസ്മയം. മലയാളത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കാം ഞാനുൾപ്പെടെ പല മലയാളികളുടെയും മനസ്സിൽ ഗുഹ കാണാൻ പോവുക എന്നത് തെല്ലൊരു ഭയമുളവാക്കുന്ന കാര്യമാണ്. ഇതിനെ വിയറ്റ്നാമിലെ മഞ്ഞുമ്മൽ ഗുഹ എന്ന് വിളിക്കാം നമുക്ക്. ഗുഹയ്ക്കുള്ളിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പുറത്തെ ചൂടിൽ നിന്ന് വന്ന് ഈ ഗുഹയിലൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഗുഹയ്ക്കുള്ളിലെ ഈ ചുമരുകളൊക്കെ കാണുമ്പോൾ അത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നിപ്പോകും. പ്രാദേശികമായി ആളുകൾ ഈ ഗുഹയെ സർപ്രൈസ് കേവ് എന്നുകൂടി വിളിക്കാറുണ്ട്. കുറേ ദൂരം നടക്കുമ്പോൾ അതൊരു ഗുഹയാണ് എന്ന സത്യം നമ്മൾ മറന്നുപോകും. അത്രയ്ക്ക് വിശാലമായതാണ് അതിൻ്റെ ഉൾഭാഗം. ഈ മല കയറി ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും വലിയൊരു ഗുഹയിലേക്കായിരിക്കും പോകുന്നതെന്ന്. മലയുടെ മുകളിലൂടെ വീഴുന്ന വെള്ളം ലൈംസ്റ്റോണിനിടയിലൂടെ ഒഴുകിയിറങ്ങുകയും അതിറ്റുവീണ് രൂപപ്പെടുകയും ചെയ്ത ഫോർമേഷനുകളാണ് ഇതെല്ലാം. എത്രയോ മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് ഈ ഫോർമേഷനുകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യകാലത്ത് ഈ മലകളെല്ലാം സമുദ്രത്തിനടിയിലായിരുന്നു. പിന്നീട് എന്നോ ജലനിരപ്പ് താഴ്ന്നപ്പോഴുണ്ടായ കുത്തൊഴുക്ക് ഈ ഗുഹകളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുണ്ട്. രസകരമായ ഘടനയുള്ള ഫോർമേഷനുകൾ ഇവിടെ കാണാം. എല്ലാം പ്രകൃതി നിർമ്മിച്ചെടുത്തതാണ്. ഈ ഗുഹയിലൂടെ ഇങ്ങനെ ചിത്രീകരിച്ച് നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് 2018 വടക്കൻ തായ്ലാന്റിലെ ചിയാങ് റായ് പ്രവിശ്യയിലെ താം ലുവാങ് എന്ന ഗുഹയിൽ അകപ്പെട്ടുപോയ കുട്ടികളെ രക്ഷിച്ച റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ചാണ്. 11നും 16നും ഇടയിൽ പ്രായമുള്ള 12 ആൺകുട്ടികളും അവരുടെ 25 വയസ്സുള്ള കോച്ചും ജൂൺ 23 ആ വലിയ ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോകുകയായിരുന്നു. 100-ലധികം മുങ്ങൽ വിദഗ്ധരും 700-ലധികം പോലീസുകാരും 2000-ഓളം സൈനികരും ഉൾപ്പെടെ ഏകദേശം 10,000-ഓളം പേരായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത്. വിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു അതിനായി ഉപയോഗിച്ചത്. ദിവസങ്ങളോളം എടുത്ത രക്ഷാപ്രവർത്തനത്തിന് ശേഷമായിരുന്നു അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു രക്ഷാദൗത്യമായിരുന്നു അന്ന് തായ്ലാന്റിൽ നടന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഗുഹയുടെ വലിപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുക. കുറേയധികം സഞ്ചാരികൾ അതിലൂടെ നടന്നു വരുന്നത് കാണാം. ഒരേ സമയം ആയിരക്കണക്കിന് സഞ്ചാരികളെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ. സഞ്ചാരികളായി വന്നവരെല്ലാം ഈ ഗുഹ കണ്ട് ഞെട്ടിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഗുഹയുടെ പല ഭാഗത്തും വെളിച്ചക്കുറവുള്ളതുകൊണ്ട് ചിത്രീകരണം അത്ര എളുപ്പമായി എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ നേരിൽ ഈ ഗുഹ കാണുമ്പോഴുള്ള ഭീമാകാരത്വവും ആകാംക്ഷയുമൊന്നും ചിലപ്പോൾ പ്രേക്ഷകർക്ക്
ഈ വീഡിയോയിലൂടെ മനസ്സിലാകണമെന്നില്ല. ഇവിടെ നിന്നിനി കുറച്ചു ദൂരം പടികൾ കയറി മുകളിലോട്ട് പോകണം. എന്നിട്ട് വേണം പുറത്തേക്ക് പോകാൻ. വന്ന വഴിയിലൂടെയല്ല പുറത്തേക്ക് പോകേണ്ടത്. വെളിച്ചമില്ലെങ്കിൽ ഈ ഗുഹയിൽ കയറുന്ന ഒരാൾക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞെന്നു വരില്ല. അത്രയ്ക്ക് ഇരുട്ടായിരിക്കും. എൻ്റെ കൂടെയുള്ള മറ്റ് സഞ്ചാരികളൊന്നും എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സമയം വൈകിയോ എന്ന ആശങ്കയോടെയാണ് ഞാൻ മുന്നോട്ട് നടന്നത്. ഗുഹയുടെ പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു സുവനീർ ഷോപ്പ് കാണാം. പ്രാദേശികമായും അല്ലാതെയുമുള്ള കരകൗശല വസ്തുക്കളും മറ്റുമാണ് അവിടെ പ്രധാനമായും വിൽക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. ഏറ്റവും വലിയ കലാകാരൻ പ്രകൃതി തന്നെയാണെന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ വ്യക്തമാകും. സമയം വല്ലാതെ വൈകിയിരിക്കുന്നു. ഈ വഴിയിലൂടെ താഴോട്ടിറങ്ങി വേണം നമുക്ക് ബോട്ട് ജെട്ടിയിലെത്താൻ. ചുണ്ണാമ്പ് മലകളുടെ ഓരം പറ്റി നിർമ്മിച്ച ചെറിയ നടപ്പാത. ഇവിടെയും ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ് ചില സഞ്ചാരികൾ. കല്ലുകൾ വിരിച്ചു മനോഹരമാക്കിയ നടപ്പാത കൈവരികളും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ചന്തമുണ്ട്. രാവിലെ മുതൽ ആരംഭിക്കുന്നതാണ് ഇവിടേക്കുള്ള സഞ്ചാരികളുടെ വരവ്. അത് വൈകുന്നേരം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഒരു നാഷണൽ പാർക്കിന്റെ ഭാഗമായതുകൊണ്ടാകാം പ്രകൃതിയോട് ഇണങ്ങിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ കഴിയൂ. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ചുണ്ണാമ്പ് മലകളിൽ പ്രകൃത്യാലുള്ള ഗുഹകൾ രൂപപ്പെടുന്നത്. ഏകദേശം 2000-ഓളം ചുണ്ണാമ്പ് മലകളാണ് ഈ ഉൾക്കടലിൽ ഉയർന്നു നിൽക്കുന്നത്. അതിൽ 400 എണ്ണത്തിന് മാത്രമേ പേര് നൽകിയിട്ടുള്ളൂ. വിയറ്റ്നാം യുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഒരിടമായിരുന്നു ഈ ഉൾക്കടൽ. അന്ന് അമേരിക്കൻ സൈന്യത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു ഇവിടെയെല്ലാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം കീഴടക്കാനെത്തിയ ചൈനീസ് പടയെ ഈ നാട്ടുകാർ തടഞ്ഞു നിർത്തിയത് ഇത്തരം മലകളിൽ പതിയിരുന്നു നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ്. നിരവധി ഹോളിവുഡ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പാറകൾ പ്രതിരോധം തീർക്കുന്നതിനാൽ ഇവിടെ പൊതുവെ കടൽ പ്രക്ഷുബ്ധമാകാറില്ല. ഈ കാണുന്ന മലകളിൽ 40 എണ്ണത്തിൽ ജനവാസമുണ്ട്. മത്സ്യബന്ധനവും ടൂറിസവുമാണ് അവരുടെയൊക്കെ പ്രധാന വരുമാനം. ഉൾക്കടലിന്റെ വലിയ മലകളിൽ പലതിലും ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട്. അതുപോലെ റോക്ക് ക്ലൈംബിങ്ങിനുള്ള സ്പോട്ടുകളും. ഹലോങ് ബേയുടെ പരിസരത്ത് ആഴ്ചകളോളം തങ്ങുന്ന സഞ്ചാരികളാണ് അത്തരം ആക്ടിവിറ്റികളിൽ എല്ലാം ഏർപ്പെടുന്നത്. ചില ഫ്ലോട്ടിംഗ് വില്ലേജുകളുണ്ട് ഈ ഉൾക്കടലിൽ. മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയവരുടെ സവിശേഷതയാർന്ന ഗ്രാമങ്ങളാണത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വീടുകളിലാണ് പരമ്പരാഗതമായി അവിടുത്തെ ആളുകൾ താമസിച്ചു വരുന്നത്. വിയറ്റ്നാമിലെ ജനങ്ങളെല്ലാം വളരെ ടൂറിസം ഫ്രണ്ട്ലിയാണ്. ഇവരുടെ നാട്ടിൽ വരുന്ന സഞ്ചാരികളോട് വളരെ സ്നേഹപൂർവ്വം മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ. സഞ്ചാരികൾ ഈ നാട് സെലക്ട് ചെയ്യാൻ അതൊരു കാരണമായിരിക്കും. 1994 യുനെസ്കോ ഹലോങ് ഉൾക്കടലിനെയും അതിലെ ലൈംസ്റ്റോൺ ഫോർമേഷനെയും വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി വരുന്ന ചെലവിന്റെ ഒരു ഭാഗം വഹിക്കുന്നത് യുനെസ്കോ ആണ്. ഒരു ദീർഘദൂര യാത്രയാണ് ഇന്ന് ഉൾക്കടലിലൂടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. ഇത്തരം ബോട്ടുകൾക്ക് ജങ് ബോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ ഇത്തരം ജങ് ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നു. പൊതുവെ ഇത്തരം ബോട്ടുകളാണ് ഈ ഉൾക്കടൽ കാണാനായി സഞ്ചാരികളെയും കൊണ്ട് പോകുന്നത്. പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ നിറം ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ളതാണ്. ആ ചുവന്ന ചക്രവാളത്തിന്റെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പലരും. കപ്പിളായും ഗ്രൂപ്പായും വന്ന സഞ്ചാരികൾ. അവരിൽ കുറച്ചുപേർ ഇവിടെയിരുന്നാണ് ആ സൂര്യാസ്തമയം കാണുന്നത്. സഞ്ചാരികളായി വന്നവരെല്ലാം തന്നെ ഇപ്പോൾ ബോട്ടിന്റെ ഡെക്കിലുണ്ട്. പല ദേശത്തു നിന്നായി വന്നവർ. അവരെല്ലാം കാത്തിരിക്കുന്നത് ഹലോങ് ബേയിലെ സൂര്യാസ്തമയം കാണാനാണ്.
പലരും നടന്ന് ക്ഷീണിച്ചതിനാൽ വിശ്രമ മൂഡിലാണ്. ഹലോങ് ബേയുടെ സുന്ദരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ ഡെക്കിലിരിക്കണം. ആകാശത്തിന്റെ ഒരു കോണിൽ ചുവന്ന നിറം വിതറിക്കൊണ്ടുള്ള സൂര്യാസ്തമയമാണ് നമ്മൾ കാണുന്നത്. വിയറ്റ്നാമിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ഇന്ന് ഈ ഉൾക്കടൽ. ഇതുപോലെയുള്ള യാത്രകൾ നമുക്ക് ആലപ്പുഴയിലും കുമരകത്തും ഒക്കെ സംഘടിപ്പിക്കാം. ഇപ്പോൾ നടത്തുന്നതിനേക്കാൾ പ്രൊഫഷണലായി ആരെയും ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം അതെന്നു മാത്രം. ലോകോത്തര നിലവാരമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ വളർത്തിയെടുക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും നിയമം കർശനമായി പാലിക്കുന്ന ഒരു ജനതയും വേണം. 44 നദികളും 34 കായലുകളും മനോഹരമായ മലകളും 500 കിലോമീറ്ററോളം വരുന്ന കടൽ തീരവുമുള്ള നമ്മുടെ കേരളത്തിലും ലോകോത്തര നിലവാരമുള്ള ടൂറിസം പാക്കേജുകൾ നടപ്പിലാക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ഡെക്കിലിരിക്കുന്ന സഞ്ചാരികളെല്ലാം തന്നെ മലകയറ്റത്തിന്റെ ക്ഷീണത്തിലാണ്. മഴ പെയ്യുമെന്ന് പലപ്പോഴും തോന്നിയെങ്കിലും അതുണ്ടായില്ല. തെളിഞ്ഞതല്ലെങ്കിലും നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് പൊതുവെ. ലോകത്തെ 7 പ്രകൃതിദത്ത അത്ഭുതങ്ങളിൽ ഒന്നായാണ് ഹലോങ് ബേ അറിയപ്പെടുന്നത്. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളിൽ നിന്ന് ഇനി തിരികെ മറീനയിലേക്കുള്ള മടക്കം. ഏകദേശം 1 മണിക്കൂർ സമയമെടുത്താണ് ഞാൻ വീണ്ടും മറീനയിലേക്ക് തിരിച്ചെത്തിയത്. 1-2 ബോട്ടുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ബോട്ടിന്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. സമയം വല്ലാതെ വൈകിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അടുത്ത് ദൂരം യാത്ര ചെയ്തിട്ട് വേണം എനിക്ക് ഹനോയിലെ ഹോട്ടലിലേക്ക് എത്താൻ. നാളെ അവിടെ നിന്ന് ഹുയാൻ എന്ന സുന്ദരമായ നാട്ടിലേക്കാണ് പത്തേമാരിയുടെ യാത്ര.